ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ്സ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ഓഫ് ചാർജസ്. അതായത് നമുക്ക് ഒട്ടും തന്നെ ചാർജസ് ഇല്ലാതെ നമ്മളുടെ വെബ്സൈറ്റിനെ നമുക്കവിടെ വെബ് സെർവറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും ആ ലിമിറ്റേഷൻസ്? നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ഫയൽസ് അധികം സൈസൊന്നും ഉണ്ടാവരുത്. അതായത് ഒരു ലിമിറ്റഡ് സൈസ് ഉള്ള അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് MB സൈസ് വരുന്ന വെബ്സൈറ്റുകളെ മാത്രമേ അല്ലെങ്കിൽ ഫയൽസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ഓഡിയോ വീഡിയോ ഫയൽസൊക്കെ ചിലപ്പോൾ നമുക്ക് അത്തരം കണ്ടൻസുകളൊക്കെ വരുന്ന ചില വെബ്സൈറ്റുകൾ നമുക്കവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റായിക ഉണ്ടാവും. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ ഫ്രീ ഹോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കിട്ടാനായിട്ട് നമുക്കൊരു ഡൊമൈൻ നെയിം വേണം അല്ലേ. അപ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൊമൈൻ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഡൊമൈൻ നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ നമുക്കവിടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നെക്സ്റ്റാണ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, CMS എന്ന് പറയും. അതായത് CMS എന്ന് പറയുന്നത് ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ CMS എന്ന് പറയുക. അതായത് നമ്മളുടെ വെബ്സൈറ്റിനെ അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യുക, മാനേജ് ചെയ്യുക, അതിനൊക്കെയുള്ളൊരു ഈസി വേ നമുക്ക് തുറന്ന് കാട്ടുന്ന അല്ലെങ്കിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് CMS. നമുക്ക് നമ്മളുടേതായിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് CMSൽ നിന്ന് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് CMS എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. റെസ്പോൺസീവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് നമ്മളൊരു ഡെസ്ക് ടോപ്പിൽ ഒരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോ ഓപ്പൺ ചെയ്യുകയാണ്. അതൊരു ഡെസ്ക് ടോപ്പ് വ്യൂ ആയിരിക്കും അല്ലേ. ആ ഒരു വെബ്സൈറ്റിനെ നമുക്ക് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ടാബിൽ അതുപോലെ പല സ്ക്രീൻ സൈസ് വരുന്ന ഡിവൈസസിലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. അതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. റെസ്പോൺസീവ് വെബ് ഡിസൈൻ ഈസ് ദ കസ്റ്റം ഓഫ് ബിൽഡിംഗ് എ വെബ്സൈറ്റ് സ്യൂട്ടബിൾ ടു വർക്ക് ഓൺ എവറി ഡിവൈസ് ആൻഡ് എവറി സ്ക്രീൻ സൈസ് നോ മാറ്റർ ഹൗ ലാർജ് ഓർ സ്മോൾ മൊബൈൽ ഫോൺ ഓർ ഡെസ്ക്ടോപ്പ് ഓർ ടെലിവിഷൻ. അതായത് മൊബൈൽ ഫോണോ ഡെസ്ക്ടോപ്പോ ടെലിവിഷനോ വലിയ സ്ക്രീനോ ചെറിയ സ്ക്രീനോ ആയിക്കോട്ടെ, ഏത് സ്ക്രീൻ സൈസിൽ വരുന്ന ഏതൊരു ഡിവൈസിലും നമ്മളുടെ വെബ്സൈറ്റ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം.